സുഹൃത്തേ നമസ്കാരം. എനിക്ക് അറിയാൻ പാടില്ലാതെ ചോദിക്കുകയാണ്. നമ്മൾ ഈ പ്രബുദ്ധരാണെന്ന് പറയണ്ടല്ലോ, നമ്മൾ മലയാളികളെ പൊതുവായിട്ട് അത് കൂടുതലും പറഞ്ഞു കേൾക്കുന്നത് രാഷ്ട്രീയക്കാരാണ് പറയണത്. അത് നമ്മളെ കളിയാക്കുകയാണോ എന്ന് എനിക്കൊരു ചെറിയൊരു സംശയം. കാരണം നമ്മൾ പ്രബുദ്ധരെന്ന് വിളിക്കേണ്ട ആവശ്യം എന്താണ്? ഈ ആകെ നമ്മുടെ നാട്ടിൽ രണ്ട് പാർട്ടികളെ ഉള്ളൂ, ഇടതും വലതും. ഇവർ 5 വർഷം അവർ 5 വർഷമാണ് സാധാരണ ജയിക്കാറുള്ളത് അല്ലേ? ഒരു പ്രാവശ്യം മാത്രം ഈ അടുത്ത് 2ാമത് പ്രാവശ്യം മാത്രം. അപ്പൊ ഇവരെ മാത്രം മാറി മാറി ഒരു വികസനവും ചെയ്യാത്ത, പൊതുവായിട്ട് ലോകരാജ്യങ്ങളിൽ എടുത്തു നോക്കിയാൽ ആര് ഭരിച്ചാലും ഭരിച്ചില്ലെങ്കിലും നടക്കുന്ന വികസന പ്രവർത്തനം മാത്രം നടന്ന ഒരു സംസ്ഥാനമാണ് കേരളം. പക്ഷെ ഇവരെ നമ്മൾ മാറി മാറി ജയിപ്പിക്കുന്നത് കൊണ്ടായിരിക്കുമോ ഇവർ നമ്മളെ പ്രബുദ്ധർ എന്ന് വിളിക്കുന്നത്? അതോ നമ്മളെ കഴുതകളായി ചിന്തിക്കുന്നത് കൊണ്ടായിരിക്കും അവർ വിളിക്കുന്നത്? ഇല്ല, നമ്മൾ അവരെ രാജാക്കന്മാരെ തുല്യം, ഇല്ലെങ്കിൽ നമ്മളൊരു അടിമകളാണ്. നമ്മൾ സത്യം അടിമകളാണ്. കാരണം ഈ 2 രാഷ്ട്രീയക്കാരേ ഉള്ളൂ. ഈ 2 രാഷ്ട്രീയക്കാരെ മാറി മാറി നമ്മൾ തിരഞ്ഞെടുക്കുന്നുണ്ട്. അപ്പൊ ഇവരില്ലാതെ വേറൊരു കാര്യത്തിന് നമ്മൾ തിരഞ്ഞെടുക്കാൻ അവർ അനുവദിക്കുന്നുമില്ല. കാരണം ജാതിയും മതവും പറയുന്നത് ഇവർ തന്നെയാണ്. എന്നിട്ട് ഇവർ തന്നെയാണ് മറ്റുള്ളവർ പറയണമെന്ന് പറഞ്ഞിട്ട് അവരുടെ പേരിൽ കുറ്റം പറയുന്നത്. ഇവര് ജയിക്കുമ്പോൾ അടുത്ത 5 വർഷം വരയ്ക്കും ചാനലുകാർക്ക് മറ്റവനെ കുറ്റം പറഞ്ഞിട്ട് ന്യൂസ് ഉണ്ടാക്കി കൊടുക്കൽ മാത്രമാണ് അവരുടെ പണി. അത് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അവർ 5 വർഷം ഭരിക്കുമ്പോൾ ഇവരെ കുറ്റം പറഞ്ഞുകൊണ്ട് 5 വർഷം തള്ളി നിൽക്കും. നമ്മൾ രാഷ്ട്രീയക്കാർ പറയുന്ന പ്രബുദ്ധർ നമ്മൾ പ്രബുദ്ധരാണെന്ന് ഞാൻ അംഗീകരിക്കുന്നില്ല. കാരണം മറ്റുള്ള സംസ്ഥാനങ്ങളിലൊക്കെ അവർ രാഷ്ട്രീയക്കാരെ മാറ്റി മാറ്റി നോക്കുന്നുണ്ട്. കാരണം രാഷ്ട്രീയക്കാരെ തമ്മിത്തല്ലിച്ച് ജനങ്ങൾ ആ നാടിന് വികസനം ഉണ്ടാക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ മലയാളികളെ സംബന്ധിച്ച് രാഷ്ട്രീയക്കാർ മലയാളികളെ തമ്മിത്തല്ലിച്ച് അവർ രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തുന്നുണ്ട്. അവരുടെ മക്കളെല്ലാം കോടീശ്വരന്മാരാകുന്നുണ്ട്. പിന്നെ അവർക്ക് അങ്ങനെ എല്ലാം അവരുടെ കാര്യങ്ങൾ കഴിയുമ്പോൾ വാങ്ങി നക്കിയില് തിന്നിട്ട് പോയി നന്ദികേട് കാണിച്ചില്ല എന്നുള്ളത് പരസ്യമായി രാഷ്ട്രീയക്കാർ പറയുന്നുണ്ട്. എന്നിട്ടും ഒരു ഉളുപ്പുമില്ലാതെ നമ്മൾ അവർക്ക് വോട്ട് ചെയ്യുന്നുണ്ട് അല്ലേ? എത്ര സന്തോഷകരമായ പ്രബുദ്ധരാണ് നമ്മൾ. കഴിവേറെ മക്കളാണ് ഞാൻ ഉൾപ്പെടെയാ പറയണത്. എന്ത് പ്രബുദ്ധതയാണ് ഇതിലുള്ളത്? എനിക്ക് അറിയാൻ പാടില്ല ചോദിക്കണം. ഇപ്പോൾ ഞാൻ ഇത്രയും വാക്കുകൾ പറഞ്ഞു. ഇവനെ തല്ലണം കൊല്ലണം എന്ന് പറയണവരുണ്ടെങ്കിൽ ഉണ്ടല്ലോ, എൻ്റെയും, ഞാൻ ഒരു ഡ്രൈവറാണ്, അപ്പൊ എൻ്റെ ഒരു നാക്ക് പിഴയെ കൂട്ടിയാൽ മതി. കാരണം നമ്മൾ തെരഞ്ഞെടുത്ത് വിടുന്ന നാറികൾ വാങ്ങിയിട്ട് പോയി നക്കിയില്ലേ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെയൊക്കെ കുണയ്ക്കണ്ടല്ലോ. ഇവനൊക്കെ നമ്മുടെ വോട്ട് വാങ്ങിച്ച് ഇങ്ങനെയൊക്കെ കാണിക്കാന്നുണ്ടെങ്കിൽ പിന്നെ നമ്മുടെയൊക്കെ വോട്ട് വാങ്ങിച്ച് മുഖ്യമന്ത്രി മറ്റുള്ള പരനാറിയെന്നും പല തെണ്ടിത്തരങ്ങളും മൈക്കിലൂടെ ജനങ്ങളെ കേൾക്കാൻ വിളിച്ചു പറയാന്നുണ്ടെങ്കിൽ ഞാൻ വോട്ട് ചെയ്യുന്ന ഒരു വ്യക്തി എന്ന നിലയ്ക്കും ഞാനൊരു പൗരൻ എന്ന നിലയ്ക്കും ഞാൻ പറയണത് നിങ്ങൾ സഹിച്ചേ പറ്റൂ. നമുക്ക് അടിമയായി ജോലി ചെയ്യേണ്ട രാഷ്ട്രീയക്കാരെ നമ്മൾ അവരുടെ അടിമയായി നിൽക്കുന്ന, അതിലും ലജ്ജാകരമല്ല എൻ്റെ ഒരു വാക്ക് വഴിയോ എൻ്റെ ഒരു ആവേശം കൊണ്ട് ഞാൻ പറയുമ്പോൾ തെറ്റുപറ്റുന്നതോ നിങ്ങൾക്ക് ക്ഷമിക്കാൻ. ഓക്കെ, അപ്പോൾ പൊങ്കലിടാൻ വരണ്ട എന്നാണ് ഉദ്ദേശിച്ചത്.